ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. തടി കുറയ്ക്കുവാനും വയറ് കുറയ്ക്കുവാനും സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പുതിനയില ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് മരുന്നിൻ്റെ ഫലം ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ ശരീരത്തിന് ഉന്മേഷം നൽകാൻ കഴിവുള്ള ഒരു ജ്യൂസ് ആണ്. ഓർമ്മശക്തി കൂട്ടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ പ്രായമുള്ളവർക്ക് ഇവർക്കൊക്കെ മിൻറ്റ് ജ്യൂസ് നമുക്ക് പതിവായിട്ട് കഴിക്കുന്നതിലൂടെ ഈ കാര്യം നമുക്ക് എളുപ്പത്തിൽ നേടാൻ സാധിക്കും. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് മൂലമൊക്കെ ഉണ്ടാകുന്ന ജലദോഷം, ചുമ ഇതൊക്കെ അകറ്റാനും ആസ്മ, അലർജി ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസം ലഭിക്കുവാനും നമുക്ക് മിൻറ്റ് ജ്യൂസ് കഴിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ പവർ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മിൻറ്റ് ജ്യൂസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിനയില ജ്യൂസ് ഉണ്ടാക്കുവാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: പുതിനയില, ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതായിരിക്കണം. അതിൻ്റെ ഇല നമ്മൾ അടർത്തിയെടുക്കുക, തണ്ട് മാറ്റിയ ശേഷം ഇല അടർത്തിയെടുത്തതാണ്. ഇനി നമുക്ക് നാരങ്ങ നീര്, അതുപോലെ തന്നെ കുറച്ച് വെള്ളം, ഇത്രയും കാര്യങ്ങളാണ് ആവശ്യം. അപ്പോൾ പുതിനയിലയും നാരങ്ങ നീരും വെള്ളവും കൂടി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക. വലിയ നാരങ്ങയാണെങ്കിൽ അര നാരങ്ങയുടെ നീരെടുക്കുക. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കൽക്കണ്ടം ആഡ് ചെയ്യാം. പഞ്ചസാര കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പുതിനയില ജ്യൂസ് വേറൊരു രീതിയിൽ നമുക്കുണ്ടാക്കാം. അതെങ്ങനെയാണെന്നും കൂടി ഞാൻ പറയാം. ഇപ്പോൾ പുതിനയില 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. ഇത് തണുത്ത ശേഷം നമുക്ക് നാരങ്ങ നീരും പഞ്ചസാരയും അല്ലെങ്കിൽ കൽക്കണ്ടവും ചേർത്ത് ജ്യൂസ് അടിക്കാവുന്നതാണ്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഇഞ്ചിയും തുളസിയിലയും അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത്, നിങ്ങളുടെ ഇഷ്ടമുള്ള ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കുടിക്കുന്നതും തടി കുറയ്ക്കാനും അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന ഒന്നാണ്. പനി, ജലദോഷം, തൊണ്ടവേദന ഇതൊക്കെ ഉള്ളപ്പോൾ തണുത്ത ജ്യൂസിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇളം ചൂടുള്ള പാനീയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമ്മൾ തിളപ്പിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ പുതിനയില നമ്മൾ തിളപ്പിച്ച ശേഷം ജ്യൂസ് അടിക്കുന്നതായിരിക്കും ആ അവസ്ഥയിൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇളം ചൂടുള്ള പാനീയം നമ്മൾ കുടിക്കുമ്പോൾ ക്ഷീണം മാറാനും സഹായിക്കുന്നു. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് സാധിക്കുമെങ്കിൽ രാവിലെ കഴിക്കാം, ഇല്ലെങ്കിൽ ഫുഡുമായിട്ടൊരു 2-3 മണിക്കൂർ ഡിഫറൻസിൽ കഴിച്ചാൽ അത്രയും നല്ലത്. പുതിനയില അത്ര നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പുതിനയില നമുക്ക് പതിവായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഞാനിത് വാങ്ങിച്ച ശേഷം എനിക്കതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി. അപ്പോൾ ഞാനത് ഇപ്പോൾ പതിവായിട്ട് ഡെയിലി ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. പല്ലിൻ്റെ ആരോഗ്യത്തിന് പുതിനയില ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. പല്ല് വളരെ ക്ലീൻ ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അതറിയാം. ദന്തരോഗങ്ങളൊക്കെ തടയാനും ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. പുതിനയില നമുക്ക് എല്ലാ ദിവസവും ഈ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് കഴുകി അതിനുശേഷം ഉണക്കിയ ശേഷം നമുക്ക് ചായയിൽ ഇത് പൊടിച്ച് ചായയിൽ ചേർത്ത് ഒരല്പം വീതം നമുക്ക് ഡെയിലി കഴിക്കാം. ഇത് ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും അതുപോലെ ഉന്മേഷക്കുറവ് മാറുവാനും അതുപോലെ തടി കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്.